ഡാമിന്റെ മുന്നിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പൊരിച്ചു വന്നത് കഴിക്കുന്നത്. മാവാണ് മാവ്. ദൈവമേ, മാവിന്റെ ഒക്കെ മുകളിലെത്തി. ഞങ്ങളിപ്പോ പോണത് വെള്ളത്തിന്റെ മുകളിൽ കൂടെയാണ്. ഒരു ചേച്ചിയൊക്കെ പുല്ല് പോലെ വരുന്നേ. അമ്മേ, ഇത്രയും വഴി ഗൗരി നാരായണി നമസ്തുതേ നമോ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ കൃഷ്ണേ അയ്യപ്പ സ്വാമി ചോത്തനിക്കരമ്മേ കാത്തോളണേ. ഞാൻ അങ്ങോട്ടില്ലേ അവിടെ. ഞങ്ങൾ തെക്കേ മലമ്പുഴയിലേക്ക് പോവുകയാണ് അല്ലേ? ഹലോ ഗൈസ്, നമ്മുടെ പാലക്കാട് വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ തെക്കേ മലമ്പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലമ്പുഴ ഡാമിന്റെ ഇടത്തോട്ടുള്ള വഴി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേബിൾ കാർ റൈഡിലേക്കുള്ള എൻട്രൻസ് എത്തും. അവിടുന്ന് വീണ്ടും ഇടത്തോട്ടുള്ള വഴി പോയി കഴിഞ്ഞാൽ തെക്കേ മലമ്പുഴയിലേക്ക് പോകാം. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വ്യൂ പോയിന്റ് കിട്ടും. ഇവിടെ ചെറിയൊരു മലയുണ്ട്. ഇതൊന്ന് മെല്ലെ കയറി തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ ഡാമിന്റെ നല്ലൊരു വ്യൂ കിട്ടും. ദാ ഇതുപോലെ. പിന്നെ കവ ഐലൻഡ് പോലെ തന്നെ ഇതും ഒരു ഡ്രൈവിന് പറ്റിയ കിടില സ്പോട്ടാണ്. വലതുവശത്ത് നിറയെ മലനിരകളും ഡാമിലെ വെള്ളവും കാറ്റൊക്കെ കൊണ്ട് കാർ ഒന്ന് സ്ലോ ആക്കി ഇതിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഡ്രൈവ് പോകാൻ വേറെ തന്നെ ഫീലാണ്. ഞങ്ങൾ പോയത് നവംബർ മാസത്തിലായതുകൊണ്ട് ഡാമിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ പോകുന്നെങ്കിൽ ഇതിൻ്റെ പകുതിയോളം വെള്ളം പോലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ ഇത്തിരി അകത്തേക്കൊക്കെ നടക്കാൻ കഴിയും. ഈ ഡാം നിറച്ചും വെള്ളമാണല്ലോ. പിന്നെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിൻ്റെ പുറകിൽ ഒരു കുഞ്ഞു കടയുണ്ട്. അവിടെ ചേച്ചി ഡാമിൽ നിന്ന് പിടിച്ച് നല്ല ഫ്രഷ് മീൻ ലൈവായിട്ട് പൊരിക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫിഷ് ഓർഡറാക്കി ഞങ്ങൾ അവിടെ കുത്തിയിരുന്നു. എങ്ങനെയുണ്ട് ഉഷ? സൂപ്പർ ആംബിയൻസ്, നല്ല കിടിലം സ്ഥലം. ഏതാ സ്ഥലം? തെക്കേ മലമ്പുഴ. വോയിസ് ഉണ്ട് രസാലേ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫിഷ് റെഡി. താങ്ക് യു. എങ്ങനെയുണ്ട്? ആസ്വദിച്ചാൽ തന്നെ
പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഡാമിൽ നിന്ന് പിടിച്ച ഫ്രഷ് ആയിട്ടുള്ള മീന് അതേ ഡാമിന്റെ മുന്നിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പൊരിച്ച് വന്നിട്ട് കഴിക്കുന്നത്. തിലാപ്പിയ. കാളാഞ്ചി പറഞ്ഞ കാളാഞ്ചി അല്ല, പിലോപ്പി അല്ലെങ്കിൽ തിലാപ്പിയ. തിലാപ്പി കഴിച്ചിട്ടുണ്ടോ? കമന്റ് ബിലോ. നല്ല എരിവാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫീലുണ്ട്. ഇനി അടുത്ത കേട്ടോ, ഞാൻ അങ്ങോട്ടില്ല അവിടെ. തെങ്ങുകള് ഇവിടെ എന്താ അടുത്ത കരയാണ്. അങ്ങോട്ടേക്ക് വലിയ കവയൊക്കെ അല്ലേ, ഇത് ഡാമാകുമ്പോ ആ സൈഡൊക്കെ ഒന്ന് പോയി കണ്ടിട്ടുള്ളൂ അല്ലേ. എന്താ ഈ മലേന്റെ പേരെന്താ അറിയോ? മറ്റേ നെല്ലിയാമ്പതിയോ എന്താ ഇരുവൻ അറിയില്ല. മെല്ലെ പോകുള്ളൂ. അങ്ങനെ നമ്മള് കേബിൾ കാറിൽ കയറാൻ പോവാണ്. നല്ല പേടിയുണ്ട് കയറാം. എനിക്ക് ടെൻഷനാണ്. ഇവര് ഇരിക്കാനുള്ള സമയമൊക്കെ തരുമോ? തരും. 71 രൂപയാണ് ഒരാൾക്ക് ഇവിടെ കേബിൾ കാറിന് ചാർജ്. അടുത്തോട്ട് കിട്ടും. അപ്പോൾ ഇരിക്കുമ്പോഴേ ബാഗുകളൊക്കെ മടിയിലേക്ക് വരുന്ന പോലെ വെക്കണേ. അവിടെ വരും, ഇവിടെ വരും. അവിടെ പേടിക്കണ്ടപ്പാ. മിണ്ടല്ലേ കേട്ടോ, നല്ല സിമ്പിളായിട്ട് പോലെ അതുപോലെയൊക്കെ പോയാൽ മതി. അതേപോലെ കോഴിക്കോട് വരുന്നേ ചെരുപ്പൊക്കെ ഓക്കെയല്ലേ? ഓ, അയ്യോ വെള്ളം. ഈ സിപ്പ് ഒന്ന് നടക്കോ ബാഗിന്റെ? വെള്ളം 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 വെള്ളം. അവിടെ ഒരു പെണ്ണൊക്കെ യക്ഷിപ്പാറയാ. അത് അവിടെ അടിപൊളിയായിരുന്നു. പക്ഷെ ഈ മലമ്പുഴ ഡാം കൊണ്ട് ഭയങ്കര ബോറാക്കി വെച്ചു. അപ്പൊ ഇളകല്ലേ വിശാഖു. ഇങ്ങനെ പേടിക്കല്ലേ? എനിക്ക് പേടിയുള്ള, ഞങ്ങൾ കുടുംബത്തോടായിട്ട് നല്ല പേടിയുള്ള ആൾക്കാരാ. എനിക്കിപ്പോ ഇതിനൊന്നും എനിക്കറിയില്ല, ഒന്നും മിണ്ടില്ല. ഞാനിപ്പോ ഇതിൽ തിരിച്ചങ്ങനെ ഇറങ്ങാന്ന് ആലോചിക്കണേ. ഇറക്കി തന്നു. അമ്മൂന്റെ കാലൊക്കെ പൊള്ളാണ്. അയ്യോ അയ്യപ്പ സ്വാമി ചോറ്റാനിക്കരമ്മേ. ഇപ്പൊ ചിരിക്കല്ലേ? ഇന്ന് ഇറങ്ങിപ്പോണ്ടോ? ഇറങ്ങിപ്പോവല്ലേ? ഇല്ല, പിടിച്ചു നല്ല മുറുക്കി പിടിച്ചോ. ഇത് എത്ര ദൂരണ്ട്?
ഫോറിനേഴ്സാണ്. ഇന്ന് ഇറങ്ങി പോണ പോലേക്ക് ഞാൻ ഇറങ്ങിപ്പൊന്നും പോണില്ല. പിന്നെ എന്താ പേടിക്കണ്ടേ? ഒന്നും പേടിക്കണ്ട. അവിടുന്ന് ഇറങ്ങാൻ പറ്റുമോ അല്ലേ? ആ ഡ്രസ് ഹാഫ് വേ കഴിഞ്ഞു. ഇനി തിരിച്ച് റിട്ടേൺ പോകും. സ്പീഡിലാക്കി കൂടെ? എന്നിട്ട് വേണം പേടിക്കാൻ. ആണല്ലേ? വിടണ്ട കൈ വിടല്ലേ. ചിരിക്കല്ലേ വിശാഖോ? ഞാൻ ചിരിക്കാൻ വേണ്ടി എന്ത് തമാശ പറഞ്ഞു? അയ്യപ്പസ്വാമി ചൊറ്റാനിക്കരമേ സർവമംഗളമംഗല്യേ ശിവേ സർവ്വത സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ നമോ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നമ ശിവായ നമോ നാരായണ ശിവനേ. അയ്യപ്പസ്വാമി ചൊറ്റാനിക്കരമ്മേ കാത്തോളണേ. അയ്യപ്പസ്വാമി ചൊറ്റാനിക്കരമ്മേ. അയ്യോ പേടിക്കല്ലേ? ഇല്ല ഞാൻ പേടിക്കൂല. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങല്ലേ. ലാവോ മാവാണ് മാവ്. ദൈവമേ, മാവിന്റെ ഒക്കെ മുകളിലെത്തി. ഞങ്ങളിപ്പോ പോണത് വെള്ളത്തിന്റെ മുകളിൽ കൂടെയാണ്. ഒരു ചേച്ചിയൊക്കെ പുല്ല് പോലെ വരുന്നേ. എന്റെ അമ്മേ, ഒറ്റക്ക് വന്നു. പിന്നെ എന്തിനാ പേടിക്കണേ? ഒറ്റയ്ക്കൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ ഭയങ്കര പേടിയാണ്. എന്നിട്ടെന്താ? അച്ഛൻ മണ്ണാർക്കാടുള്ളപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നല്ല രസമൊക്കെ. അപ്പൊ ഇങ്ങനെ മുകളിലായിട്ട് നോക്കിയിരിക്കുമ്പോ ഭയങ്കര എന്താ പറയാ നല്ല രസമായിരുന്നു കേബിൾ കാർ കാണുമ്പോ. പക്ഷെ കേറിയപ്പോഴല്ലേ അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങേന്റെ പുളി എന്ന് പറഞ്ഞ കാര്യ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് സ്വിറ്റ്സർലാൻഡിലൊക്കെ ഉള്ള കേബിൾ കാർ ഇല്ലേ, അത് ഇങ്ങനെ അടച്ചിട്ടല്ലേ. പിന്നെ അതിന്റെ ഉള്ളിൽ കുറെ ആൾക്കാരുണ്ടാവില്ലേ. ഇതിപ്പോ നമ്മൾ രണ്ടാള് മാത്രമാകുമ്പോ ഇങ്ങനൊരു ജർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ? എത്താനായോ? അതായത് ഇപ്പൊ നമ്മള് ഡാമിന്റെ അതേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? കർത്താവേ, താഴേക്ക് നോക്കിയാ ഇപ്പൊ അവിടുന്ന് ഇപ്പൊ ഓരിങ്ങനെ ഇറക്കി തരും. എനിക്ക് അത് ആലോചിക്കണം. ഇനിയും പിന്നെ എടുത്തോണ്ട് പോവോ? പെട്ടെന്ന് ഇറങ്ങിക്കോണ്ട് ഓര് പിടിച്ചു നിർത്തേക്കൂലേ അല്ലേ? വെയിലത്ത് പോവാതെ പോയോണ്ടാണ് ഞാൻ കുടുങ്ങി പോയത്. ഭയങ്കര ഉണ്ടായ എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ്. ആരും കയറാതിരിക്കാൻ നല്ലത്. എന്ത് പറ്റിയേ? പേടിയായിട്ട് അങ്ങനെ ഒരു കണക്കിനാണ് ഞാൻ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയത്. അതൊന്നൊന്ന് ഇറങ്ങി കിട്ടിയപ്പോൾ എൻ്റെ നല്ല ജീവൻ നേരെ വീണത്. എന്നെപ്പോലെ പേടിയുള്ളവരാണെങ്കിലും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പക്ഷെ പറയാതെ വയ്യ, പണ്ടൊക്കെ ഡാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു പ്രേതാലയം പോലെ കിടക്കുന്നത്. ഈ വ്ളോഗ് ഏതെങ്കിലും അധികൃതർ കാണുന്നുണ്ടെങ്കിൽ ദയവായ ഡാമിൻ്റെ ഗാർഡൻ ഒന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നോക്കി എന്തോരു കൊക്ക. അതിനെ പോയി പറപ്പിച്ചാലോ? സൂപ്പറായിക്കും. ഇത് ഞങ്ങൾ മലമ്പുഴയിൽ നിന്ന് തത്തമംഗലത്തേക്ക് പോകുമ്പോൾ കണ്ട ഒരു അത്ഭുതമാണ്. നമ്മുടെ കോൺസെപ്റ്റിലുള്ള ഒരു കേരളം ഉണ്ടല്ലോ, ശരിക്കും ഞാൻ അത് ഇവിടെ കണ്ടു. പിന്നെ ലോറിയൊക്കെ പോകുന്ന റോഡായതുകൊണ്ട് ഞങ്ങൾ കാറൊന്ന് സൈഡാക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. നിങ്ങളിതൊന്ന് നോക്കിയേ. തല വിരിച്ചു നിൽക്കുന്ന പാലക്കാടിൻ്റെ സ്വന്തം പനമരങ്ങളാൽ ചുറ്റപ്പെട്ട പാടവും അത് ഉഴുതു നിറയ്ക്കുന്ന ട്രാക്ടറും ട്രാക്ടർ പാടം ഉഴുമ്പോൾ പൊങ്ങി വരുന്ന ഞാഞ്ഞൂലിനെയും കീടങ്ങളെയും ഒക്കെ ഭക്ഷിക്കാൻ വരുന്ന കൊക്കുകളും അപ്പുറത്ത് നല്ല പച്ചപ്പാടവും. ഗൈസ്, ഇതുപോലൊരു കാഴ്ച നിങ്ങൾ ലൈഫിൽ ഇത് എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? ഇതൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഇത് കാണണമെങ്കിൽ പാലക്കാട് തന്നെ വരണം.
ഞാനൊന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് വൈസ് ഡാറ്റ നോക്കിയപ്പോൾ ഏറ്റവും ലീസ്റ്റ് വിസിറ്റഡ് ഡിസ്ട്രിക്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ആണ് പാലക്കാട്. പക്ഷേ പാലക്കാടിൻ്റെ ഭംഗി അത് വേറെ തന്നെയാണ്. എല്ലാവരും ഈ ഇടുക്കി, മൂന്നാർ, വയനാട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ പാലക്കാടിന് എപ്പോഴും അവഗണനയാണ്. ഇവിടുത്തെ ചൂടും വെയിലും കൊണ്ടായിരിക്കും എല്ലാവരും പാലക്കാട്ടിലേക്ക് വരാൻ മടിക്കുന്നത്. പക്ഷേ ഒരു നവംബർ, ഡിസംബർ മാസങ്ങളിലൊക്കെ ആവുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഒരിക്കലെങ്കിലും നിങ്ങൾ പാലക്കാട് വിസിറ്റ് ചെയ്യണം. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. ഈ കാഴ്ചകളൊക്കെ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ജനറേഷനിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നത് സംശയമാണ്. ചെടി ഉണ്ടാവും എന്നാലും പോട്ടെ. ആ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത പാലക്കാട്ടിലെ ഒരു ഈഡൻ സ്പോട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കോ ബഹളോ ഒന്നുമില്ലാത്ത ഒരു ശാന്തമായ സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തത്തമംഗല അക്കടക്ക്. വീടരുതേ കേറിക്കോ. ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു 5:30-6 മണി ആയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം സൺസെറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ സമീപത്തുള്ള ആൾക്കാരൊക്കെ ചുമ്മാ സൊറ പറഞ്ഞിരിക്കാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലൊന്ന് മുളച്ചു വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിന് ചുറ്റും നല്ല പച്ചപ്പ് വിരിഞ്ഞ പാടത്തിന് നടുവിൽ നിൽക്കുന്നത് പോലെ ഉണ്ടായേനെ. ഇവിടെ അടുത്തുള്ള ഏതോ അമ്പലത്തിൽ നിന്ന് പാട്ട് വെച്ചിരിക്കുന്നത് കേൾക്കാം. നല്ല കാറ്റും. സൺസെറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളുടെ ഡേ 2 ഇവിടെ വൈൻഡപ്പ് ചെയ്തു.